വി ഡി നടേശൻ സ്വപ്നത്തിൽ കരുതിയില്ല പിള്ളേർ ഇങ്ങനെ കയറി പണിയുമെന്ന്. എന്താണെന്നല്ലേ, ഡിവൈഎഫ്ഐ ഇന്ന് എറണാകുളം ജില്ലയിൽ ഒരു ഒന്നൊന്നര മത്സരം സംഘടിപ്പിച്ചു. കേട്ടെ. പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ച് എറണാകുളത്ത് നുണ പറയൽ മത്സരം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ. സതീശന്റെ നുണ എന്ന് പേരിട്ട പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞവർക്ക് സമ്മാനം വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രതിപക്ഷ നേതാവിന്റെ നുണ മത്സരം, അതായത് നുണ പറഞ്ഞിങ്ങനെ നാട് നീളെ അങ്ങ് വിലസി നടക്കുകയായിരുന്നു. ആ വിലസി നടക്കുന്ന സന്ദർഭത്തിൽ കരുതി ഞാൻ പറയുന്നതിനൊന്നും ഇവിടെ ആരും ഒന്നും ക്രോസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോഴാണ് ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന് പറയുന്ന പോലെ നുണയെ നുണ കൊണ്ട് തന്നെ നേരിടണമെന്നുള്ള രീതിയിൽ നുണ മത്സരം സംഘടിപ്പിച്ചത്. 11 നുണ പറഞ്ഞ എറണാകുളം മഹാരാജാസിന്റെ ഒരു കുട്ടി, പേര് പെട്ടെന്ന് മറന്നുപോയി, അവൻ 1ാം സമ്മാനവും തൊട്ടടുത്ത് 10 നുണ പറഞ്ഞ അധീനയാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു കുട്ടിക്ക് 2ാം സമ്മാനവും കിട്ടിയിരിക്കുന്നു. ഇമാതിരി പണി എന്ന് പറഞ്ഞാൽ അത് സ്വപ്നത്തിൽ മാത്രമാണ്. ആ പണി ഏറ്റവും ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? സ്വാഭാവികമായിട്ടും കേരളത്തിലെ മാപ്രകൾ ഈ വിഷയത്തെക്കുറിച്ച് സതീശന്റെ അടുത്ത് ചോദിച്ചപ്പോൾ സതീശന്റെ പ്രതികരണം ഒന്ന് കണ്ടേ. ഇയാൾ കൂടി അങ്ങ് പോയി പങ്കെടുത്താൽ മതി. കൈരളിക്കാര് റിപ്പോർട്ടർമാര് പോയി പങ്കെടുക്കുക അതിൻ്റെ അകത്ത്. കാരണം അവരാണ് കൈരളി റിപ്പോർട്ടർമാര്. കേരളത്തിലുള്ള മുഴുവൻ കൈരളി റിപ്പോർട്ടർമാരും ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന താങ്കൾ ഉൾപ്പെടെ ഉള്ളവർ പോയി ആ മത്സരത്തിൽ പങ്കെടുക്കുക. നല്ല മത്സരമായിരിക്കും, നല്ല കടുത്ത മത്സരമായിരിക്കും, അത് കിട്ടും. നിങ്ങൾ പറ, ആ പണി ഏറ്റവും ഇല്ലയോ? നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. അതായത് കൈരളിക്കാരൻ്റെ തോളിൽ ചെന്ന് കയറുകയാണ്. അതായത് കൈരളിക്കാരനാണ് ഏറ്റവും നുണ പറയുന്നത്. അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ഇങ്ങനെ പച്ച നുണ പറഞ്ഞ് ഒരു നുണേശനായിട്ട് നടക്കുമ്പോൾ ആ നുണേശനെ എങ്ങനെയാണ് നേരിടേണ്ടത്, അത് ആ രീതികൾക്കനുസരിച്ച് നേരിട്ടാലേ അതിന് ഗുണമുള്ളൂ. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഇന്നത്തെ മത്സരത്തിൽ വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവരും പങ്കെടുത്തപ്പോൾ ജെൻസികൾക്കെല്ലാം മനസ്സിലായി നുണേശൻ എന്ന് പറഞ്ഞാൽ ആരാണ്. കുട്ടികൾക്ക് ആ നുണയെ സംബന്ധിച്ച് കൂടുതൽ ബോധവൽക്കരണം വരികയും ആ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ തന്നെ മത്സരത്തിൽ പങ്കെടുത്ത് 2 മിനിറ്റ് കൊണ്ട് 11 നുണ പറഞ്ഞുകൊണ്ട് സതീശന്റെ പ്രകടനത്തിനോളം പോകുന്ന നുണകൾ അവർ അവിടെ ആ മത്സരവേദിയിൽ അവതരിപ്പിച്ചപ്പോൾ നാട്ടുകാർക്കും കൗതുക കാഴ്ചയായിരുന്നു. ആ കൗതുക കാഴ്ചയിലൂടെ കേരളത്തിലെ നുണേശൻ അടിച്ചുകൊണ്ട് നടക്കുന്ന നുണയാണ് എന്നതിനെ സംബന്ധിച്ച് പൊതു ഇടങ്ങളിൽ ഇങ്ങനെ വിദ്യാർത്ഥികളെ മത്സരിപ്പിച്ചുകൊണ്ട് ജില്ലകൾ, അതായത് 14 ജില്ലയിലും ഈ മത്സരം നടത്താനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത്.